നമസ്തേ. ഓരോ ദിനവും എന്തൊക്കെ സംഭവങ്ങളാണ്, അതിൽ നിന്നൊക്കെ മാറി കാഴ്ചകളുടെ സുന്ദര നിമിഷങ്ങളുമായി വീണ്ടും കാഴ്ചപ്പതിപ്പ്. സ്വാഗതം. ഒരു സിനിമയിലൂടെ തലവര മാറിയ ദേവാലയമുണ്ട് ഇടുക്കി ഉപ്പുതറയിൽ. ആ സിനിമ ഹിറ്റായതോടെ ഈ ദേവാലയം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. വന്നുപോയവർ തേയിലക്കാടിന് നടുവിലുള്ള ആ പള്ളിക്ക് ഒരു പേരുമിട്ടു, ലൂസിഫർ പള്ളി. ഇന്ന് ആ സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ അണിയറയിൽ ഒരുങ്ങുമ്പോൾ ലൂസിഫർ പള്ളി വീണ്ടും ചർച്ചയാവുകയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ, മഞ്ജു വാര്യർ, വിവേക് ഒബ്രോയ് ഉൾപ്പെടെ വൻ താരനിരയാണ് നിരന്ന സിനിമ. ആ സിനിമയിലെ സുപ്രധാനമായ ഒരു ഭാഗം ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഉപ്പുതറയ്ക്ക് സമീപം ചീന്തലാറിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സിനിമയിൽ തകർന്ന ജീർണാവസ്ഥയിലായിരുന്ന ആ പള്ളി 5 വർഷത്തിനിപ്പുറം ഇങ്ങനെയാണ്. തകർച്ചയുടെ ഇരുണ്ട കാലഘട്ടത്തിനപ്പുറം പള്ളിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കുന്നു. തകർന്ന പള്ളിയോട് ചേർന്ന് ഇല പൊഴിച്ചു നിന്നിരുന്ന ആ മരം അതേ അവസ്ഥയിൽ ഇപ്പോഴും മോടികൂട്ടപ്പെട്ട പള്ളിക്കൊപ്പം തലയുയർത്തി നിൽക്കുന്നു. സെയിന്റ് ആൻഡ്രൂസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പള്ളി CSI സഭയുടെ കീഴിലാണ്. 1952 അസ്വിൻവാൾ കമ്പനിയുടെ ചുമതലക്കാരനായ JM വിൽക്കി എന്ന വിൽക്കി സാഹിബാണ് തോട്ടം തൊഴിലാളികൾക്കായി ഈ പള്ളി നിർമ്മിച്ചത്. ആദ്യകാലത്ത് CSI, മാർത്തോമ, യാക്കോബായ വിഭാഗങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ആരാധന നടത്തിയിരുന്നത്. ഓരോ ഞായറാഴ്ചയും ഓരോ വിഭാഗക്കാർ അവിടെ ആരാധന നടത്തും. പിന്നീട് മാർത്തോമ, യാക്കോബായ സഭകൾ പുതിയ പള്ളികൾ സ്ഥാപിച്ചപ്പോൾ സെന്റ് ആൻഡ്രൂസ് ദേവാലയം CSI സഭയുടേതായി. 1970 കാലഘട്ടത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു ദേവാലയമാണ് ഈ സെന്റ് ആൻഡ്രൂസ് CSI ദേവാലയം. അതിൻ്റെ മുറ്റത്ത് ഉള്ള ഈ ചിത്രീകരണം നടക്കുമ്പോൾ ഒരു മരം ഉണ്ടായിരുന്നു. അത് വെൺതേക്കാണ്. ഏതാണ്ട് 72 കാലഘട്ടത്തിന് മുമ്പ് തന്നെയാണ് ആ വെൺതേക്ക് അല്ലെങ്കിൽ വെള്ളിലാവ് എന്ന് പറയുന്നത് അവിടെ നട്ടുപിടിപ്പിച്ചത്. അതിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് നിന്നത്. പള്ളിയുടെ മുറ്റത്തിപ്പം ആയിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ CSIയുടെ ആരാധനകൾ വേറെ 3-ാം ഡിവിഷൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പം ആരാധന നടക്കുന്നത് അവിടെയാണ്. ആരെങ്കിലും ആ ഇടവക്കാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരെ അടക്കം ചെയ്യുന്ന സെമിത്തേരി ആണ് ഇവിടെയുള്ളത്. എങ്കിലും ദേവാലയത്തിൻ്റെ ആളുകൾ ഇവിടെ വരികയും അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. ഇടിഞ്ഞ് വീഴാറായ അവസ്ഥയിലായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്ന ഈ സമയത്ത് പള്ളി ഉണ്ടായിരുന്നത്. ലൊക്കേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ സിനിമ അണിയറ പ്രവർത്തകർ അത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ പള്ളി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു പുനർനിർമ്മിക്കുകയും മെയിൻ്റനൻസ് നടത്തുകയും ഒക്കെ ചെയ്ത് നല്ലപോലെ അന്ന് പണിതെടുത്തിട്ടുണ്ട്. കാലങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ തകർച്ചയുടെ വക്കിലായിരുന്ന പള്ളി ലൂസിഫർ സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പള്ളിയും പള്ളിയോട് ചേർന്നുള്ള കാഴ്ചകളും അതിമനോഹരമായി തന്നെ സിനിമയിൽ ആവിഷ്കരിച്ചു. പള്ളി കാണാൻ പിന്നീട് സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തി. സിനിമയുടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരാണ് 7 ലക്ഷം രൂപ മുടക്കി ഇന്നു കാണുന്ന വിധം പള്ളി പുനർനിർമ്മിച്ചത്. 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ ഇപ്പോൾ ആരാധനകൾ നടന്നു വരുന്നു. ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗമായി എമ്പുരാൻ എത്തുമ്പോൾ പള്ളിക്കൊരു സസ്പെൻസ് എൻട്രി ഉണ്ടാകുമോ എന്ന കൗതുകത്തിലാണ് ആളുകൾ. അതിനായി ഇനിയും കാത്തിരിക്കേണ്ടതായുണ്ട്. തോട്ടം മേഖലയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ദേവാലയത്തെ തകർച്ചയുടെ പഴയ കാലഘട്ടത്തിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കുന്നുവെന്നതും അഭിനന്ദനാർഹമാണ്. മനോഹാരിതയൊട്ടും ചോരാത്ത ലൂസിഫർ പള്ളിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കോട്ടയത്തെത്തിയപ്പോൾ പള്ളികത്തോടിനടുത്തുള്ള മഹാലക്ഷ്മി ഗോശാലയിലേക്ക് പോയിരുന്നു. അവിടെ പശുക്കളെ പരിപാലിക്കുന്ന മുകുന്ദ എന്ന 10 വയസ്സുകാരിക്ക് സമ്മാനിക്കാൻ ഒരു പശുക്കിടാവിനെയും കൂട്ടിയാണ് സുരേഷ് ഗോപി എത്തിയത്. കിടാവിന് നല്ല ഒരു പേരുമിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഇവളാണ് മുകുന്ദ, ഈ ഗോശാലയുടെ സംരക്ഷക. കൂടെയുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച പശുവാണ്. എന്താണ് സുരേഷിടെ വന്നപ്പോൾ പറഞ്ഞത്? നല്ല സന്തോഷം തോന്നി. പിന്നെ എനിക്ക് പശുക്കിടാവിനെ തന്നു. സുരേഷ് അങ്കിൾ തന്നെ രമണി എന്ന് പേരിട്ടു. ഏതൊക്കെ പശുക്കളാണ് അതൊക്കെ പറഞ്ഞത്? ഇത് ജാനകി ബ്രീഡ് കാസർഗോഡ്, ഇത് മാളു, ഇത് രണ്ടും കാസർഗോഡാ. ഇത് തഞ്ചാവൂർ കൃഷ്ണ ദേവകി, അത് കാങ്ക്രേജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രീഡാണ്. പേര് റാണി ലക്ഷ്മി. പിന്നെ തുളസി കൃഷ്ണ ബ്രീഡ്. പിന്നെ ശാരദയുണ്ട്, ശാരദ വെച്ചൂര. ശാരദയുടെ അമ്മ അതും വെച്ചൂര, സീതയുടെ ഏറ്റവും അവസാനം ഉണ്ടായ കുഞ്ഞാണ് ഇത്, ഈ കുഞ്ഞ്. പിന്നെ അത് ബാലാമണി വെച്ചൂര്. ഈ സീതയ്ക്ക് 4 മക്കളുണ്ട്, 2 ആൺപിള്ളാരും 2 പെൺപിള്ളാരും. ഇതാണ് അവസാനം ഇതിന് കാഞ്ചന. ഇത് പഞ്ചമിയും കപിലയ കുഞ്ഞ്. കപില എന്ന് പറഞ്ഞ ബ്രീഡ് ഏത് ബ്രീഡ് വേണേലും ഉണ്ടാവും. ഇപ്പോൾ വെച്ചൂരിനാണേലും കപില ഉണ്ടാവും. അപ്പോൾ ഈ കൃഷ്ണയ്ക്ക് ഉണ്ടായ കപിലക്കുഞ്ഞാണത്. ഗോക്കളുടെ പേരും വംശവും മാത്രമല്ല, അവയുടെ ചെവിയനക്കത്തിന്റെ പൊരുൾ പോലും മനസ്സിലാക്കാനാകും ഈ 10 വയസ്സുകാരി മുകുന്ദയ്ക്ക്. കൊറോണക്കാലത്തെ ലോക്ക്ഡൌൺ നൽകിയ തിരിച്ചറിവാണ് മുകുന്ദയുടെ പിതാവ് ഹരി വിജയകുമാറിനെ ഗോസംരക്ഷണത്തിലേക്ക് നയിച്ചത്. ഞാൻ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഒരു നാടൻ പശുവിൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ കൃഷിയുടെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഇനിയുള്ള കാലം ഇങ്ങനെ മാറാരോഗങ്ങളും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്വന്തം ഭക്ഷണത്തിനുള്ളതും വിഷമില്ലാതെ ഉൽപ്പാദിപ്പിക്കുക, പിന്നെ അങ്ങനെ മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതിന് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ് നാടൻ പശുക്കളെ വെച്ച് കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൗ ബേസ്ഡ് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പശുവിൽ നിന്നായിരുന്നു തുടക്കം. 15 ബ്രീഡുകളിൽ നിന്നുള്ള 41 പശുക്കളിലും 15 കാളകളിലും എത്തി ഇപ്പോൾ. കോട്ടയം പള്ളിക്കത്തോടിനടുത്ത് ആനിക്കാട് എന്ന പ്രദേശത്തെ മഹാലക്ഷ്മി ഗോശാല എന്ന പ്രശസ്തിയും. മുകുന്ദയുടെ ഗോപരിപാലനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സുരേഷ് ഗോപി കോട്ടയത്തെത്തിയപ്പോൾ ഗോശാലയും സന്ദർശിച്ചു. ഒപ്പം ഒരു പശുക്കിടാവിനെയും സമ്മാനിച്ചു. പുതിയ അതിഥിക്ക് എന്ത് പേരിടണമെന്ന് ആലോചിച്ചപ്പോൾ സുരേഷ് ഗോപി തന്നെ പേരും നിർദ്ദേശിച്ചു. രമണിയുടെ ചെവിയിൽ സുരഭി മന്ത്രം ചൊല്ലി സ്വീകരിച്ചു മുകുന്ദ. പ്രദക്ഷിണീകൃതാ തേന സപ്തദീപാവസുന്ദരാ സർവകാമതുഖേ ദേവി സർവതീർത്ഥേഭിഷേചിനി പാവനേ സുരഭി ശ്രേഷ്ഠേ ദേവി തുഭ്യം നമോസ്തുതേ. ഉൽപാദന രംഗത്ത് സജ്ജമായി വരുന്നതിന് നമുക്ക് എപ്പോഴും ഇതുപോലുള്ള കുഞ്ഞു മക്കളായി പിറന്ന് പിന്നെ വലിയ സംരംഭകരായി മാറേണ്ട ഒരു
കാലം ചിലപ്പം അതിവിദൂരമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഇതുപോലെയുള്ള മക്കളും കൂടി ഉണ്ടാവട്ടെ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും IASകാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാത്രമല്ല, ഇതുപോലുള്ള മനസ്ഥിതിയുള്ള ദൈവീകമായിട്ട് തന്നെ പരിപാലിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഗോശാലയിലെ 42ാം അംഗമായി രമണി ഇനി വളരും മുകുന്ദയ്ക്കൊപ്പം. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം. അമേരിക്കയിലെ അറ്റോർണി ജനറലിന്റെ ഓഫീസിൽ തിരക്കിട്ട ജോലിക്കിടെ കഥകളി പഠിക്കണമെന്ന ആശ തോന്നിയാൽ എന്ത് ചെയ്യും? ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ടെന്നല്ലേ? 2 വർഷം കൊണ്ട് ഓൺലൈനിലൂടെ കഥകളി അഭ്യസിച്ച കോട്ടയം മാഞ്ഞൂർ സ്വദേശി ലക്ഷ്മി രഞ്ജിത്തിന്റെ അരങ്ങേറ്റം സ്വാമിയാർ മഠത്തിൽ നടന്നു. കഥകളി കലാകാരനായ പിതാവ് മാഞ്ഞൂർ ഓമനക്കുട്ടന്റെ കലാസബരിക്കുള്ള സമർപ്പണമാണ് ലക്ഷ്മിയുടെ ഈ പരിശ്രമം. ഉടൻ തന്നെ എനിക്ക് പിന്നിലുള്ള ഈ തിരശീല മാറും, കളിവിളക്ക് തെളിയും. അമേരിക്കൻ മലയാളിയായ ലക്ഷ്മിയുടെ 2 വർഷത്തെ കഠിന പരിശ്രമം ഇവിടെ പൂവണിയുകയാണ്. അരങ്ങിൽ സന്താനഗോപാലം കഥകളി തകർത്താടുകയാണ് കൃഷ്ണവേഷത്തിൽ മാഞ്ഞൂർ സ്വദേശി ലക്ഷ്മിയും. പക്ഷേ അല്പം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഒരു 2 വർഷം മുമ്പത്തെ കഥ. എനിക്ക് കുട്ടിക്കാലം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. 9 വയസ്സ് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനൊരു കഥകളി ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല. പഠിത്തം കുഴപ്പവും അത് ഇതെന്നൊക്കെയുള്ള റീസൺ കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നാട് വിട്ടു പോയി. പ്രവാസിയായപ്പോൾ പിന്നെ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് തീരുമാനിച്ച് ഇരുന്നതാണ്. അപ്പോഴാണ് രാജീവാശാൻ കോവിഡ് സമയത്ത് ഒരു ആസ്വാദന പഠന ക്ലാസ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ആ ക്ലാസ്സിൽ ചേർന്നു. അപ്പോൾ വീണ്ടും ആഗ്രഹം പുറത്തു വന്നു. എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കുന്നത് തന്നെയാണ് അത് ചെയ്യേണ്ടതും, അതാണ് കറക്റ്റും. അങ്ങനെയാണ് നന്നായി പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും ഇല്ല. ലക്ഷ്മി താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ഓൺലൈൻ വഴി ഇങ്ങനെ ഇത്രയെങ്കിലും സാധിച്ചത്. 100% ഒരിക്കലും നീതി പുലർത്താൻ പറ്റില്ല. എങ്കിലും കുറച്ചെങ്കിലും അത്യാവശ്യം ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. താല്പര്യമാണ് പ്രധാനം. മനസ്സ് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ അങ്ങേയറ്റം ഇരിക്കുന്ന ഒരാൾ ശരിക്കും നേരിട്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണെന്ന് പറയുന്നെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഒരു 3ാമത്തെ ആളാണ് ചെയ്യുന്നത്. 50% തൃപ്തി മനസ്സിലുണ്ട്. പിന്നെ നേരിട്ട് ചെയ്യുന്നത് പോലെ തൃപ്തി ഒരിക്കലും ഉണ്ടാകില്ല. എന്തായാലും സന്തോഷവാനാണ്. കാരണം പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിങ്ങനെയും സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. കഥകളിയെപ്പോലുള്ള ഒരു കല, ശാസ്ത്രീയ കല ഈ രീതിയിൽ അഭ്യസിക്കാൻ കഴിയുമോ എന്ന പുത്തൻ തലമുറ ഇപ്പോൾ ഇത് കാണുമ്പോൾ, ഈ കലാപ്രകടനം കാണുമ്പോൾ അതിശയിച്ചു പോകും. അത്രമാത്രമുണ്ട്. കഥകളിക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കളിയരങ്ങ് പോലുള്ള ഇത് തീർച്ചയായിട്ടും തപസ്യയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. കണ്ണ
ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ മനോജ് പട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം. ഇനി യാത്ര തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. അമേരിക്കൻ വേൾഡ് റെക്കോർഡ് യൂണിയൻ ബഹുമതി ലഭിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ഒരു 3 വയസ്സുകാരനായ ബാലന്റെ ധ്യാന നിമിത്തം ശിവപാർവതി സാന്നിധ്യമുണ്ടായ ഒരിടം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ജ്യോതിഷ പ്രവചനം. കാലാന്തരത്തിൽ ഭൂമികുലുക്കത്തിലോ പ്രകൃതിക്ഷോഭത്തിലോ നശിച്ചു പോയതായി പറയപ്പെടുന്ന ക്ഷേത്രം വർഷങ്ങൾക്കിപ്പുറം ഒരു 3 വയസ്സുകാരനായ ബാലന്റെ ധ്യാന നിമിത്തം അതേ സ്ഥലത്ത് ശിവപാർവതി രൂപത്തിൽ ഒരു പുറ്റ് വളരുകയുണ്ടായി. പലരും അത് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു നാൾ ആ സ്ഥാനത്ത് ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടതോടെ സ്ഥലത്ത് ദൈവിക സാന്നിധ്യമുള്ളതായി തിരിച്ചറിഞ്ഞ് ഒരു തെക്കത് നിർമ്മിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. പുറ്ററയ്ക്കൽ എന്ന പേരിൽ പഴമക്കാർ വിളിച്ചിരുന്ന ആ പ്രദേശം ഇന്ന് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമായി ഉയർന്നു വന്നു. ശിലയും തടിയും കടഞ്ഞെടുത്ത് പരമ്പരാഗത തച്ചുശാസ്ത്രത്തിൽ പണിത മഹാക്ഷേത്ര സമുച്ചയം. കേരള വാസ്തുശില്പകലയാൽ നിർമ്മിതമായ ക്ഷേത്രത്തിൻ്റെ ഗോപുരനടയിൽ ശിവന്റെ പ്രിയ ഭക്തനായ നന്ദികേശനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങളും പരാതികളും നന്ദിയുടെ ചെവിയിലോതിയാൽ അത് നിശ്ചയമായും ശിവഭഗവാന്റെ കാതുകളിലെത്തി പരിഹാരമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന 3 നിലകളുള്ള ഓടുമേഞ്ഞ രാജഗോപുരം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ച് 12 നിലകളുള്ള നിലവിളക്ക് താണ്ടി ചുറ്റമ്പലത്തിലേക്ക് കടക്കാം. ശിവഭാവങ്ങളെ പ്രതിനിധീകരിച്ച് 12 ജ്യോതിർലിംഗങ്ങൾ ശിവപാർവതി കുടികൊള്ളുന്ന ശ്രീകോവിലിന് ചുറ്റുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഉമാമഹേശ്വര പൂജ, നവഗ്രഹ പൂജ, കർഗഹോമം, സുദർശന ഹോമം, ദമ്പതി പൂജ തുടങ്ങി 21ലധികം പൂജകളും വഴിപാടുകളും ഇവിടെ ഭക്തർക്ക് അർപ്പിക്കാം. ചുറ്റമ്പലം കടന്ന് പടിഞ്ഞാറേ കോണിലാണ് ഗണപതി ക്ഷേത്രം. മഹാഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങൾ നമുക്കിവിടെ കാണാം. സ്വയംഭൂവായ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് പ്രാധാന്യം വളരെയേറെയാണ്. ഗണേശന്റെ 32 ഭാവങ്ങൾ ഒരൊറ്റ മേൽക്കൂരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഴകിന് രൂപം നൽകുന്ന മഹാബലിപുരത്തിന്റെ ശില്പചാരുത ഇവിടുത്തെ പ്രതിഷ്ഠകളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. നിത്യപൂജയുള്ള 32 ഗണപതി വിഗ്രഹങ്ങളോട് കൂടിയ ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ കോണിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകദേശം 111 അടി ഉയരമുള്ള മഹാശിവലിംഗത്തിന്റെ സ്ഥാനം. ശിവന്റെ 64 മൂർത്തിഭാവങ്ങളും 108 ശിവലിംഗങ്ങളും 8 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഏറ്റവും താഴെയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ ഭക്തജനങ്ങൾക്ക് സ്വയം അഭിഷേകം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. കൈലാസ പർവ്വതത്തെ കൈലേന്ത്യ ഹനുമാനും വൈകുണ്ഠവും ഇവിടുത്തെ വിസ്മയിപ്പിക്കുന്ന മറ്റു നിർമ്മിതികളാണ്. മഹാശിവലിംഗത്തിനുള്ളിൽ പ്രവേശിച്ച് ദർശനം നടത്തി ഹനുമാന്റെ ഉള്ളിലൂടെ വൈകുണ്ഠത്തിലെത്തുന്ന രീതിയിലാണ് നിർമ്മാണം. ഓങ്കാര ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ഒരേ സമയം കൈലാസ, ആഞ്ജനേയ, വൈകുണ്ഠ, ദേവലോക ദർശനം നടത്തുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേയൊരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് എൻ്റെ ജനനത്തോടുകൂടെയാണ്. അപ്പോൾ ജനനസമയത്തോടുകൂടെ ഒരു ചെറിയ അമ്പലവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഭഗവാന്റെ ഒരു ദർശനം വന്ന് ഈ രൂപത്തിലുള്ള ഒരു ക്ഷേത്രം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവവും. അതുമാത്രമല്ല, അത് 2017 ആണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇതിന് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പുലർച്ചെ 4:30 നട തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് 12 മണിയോടെ അടയ്ക്കും. അതുപോലെ വൈകുന്നേരം 4:30 തുറക്കുന്ന ക്ഷേത്രനട
വൈകുന്നേരം 8 മണിയോടെ അടയ്ക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് ചെങ്കൽ. ഇവിടേക്ക് എത്തിപ്പെടാൻ ഏറ്റവും അടുത്ത ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും നെയ്യാറ്റിൻകരയാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം. എപ്പോഴും ഇവിടെ യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ചരിത്രം കൊണ്ടും സ്ഥാനം കൊണ്ടും വിശ്വാസങ്ങളാലും വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. വരും ദിവസങ്ങളിൽ അവയെല്ലാം നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഇന്നത്തെ കാഴ്ചപ്പതിപ്പ് പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളും വേറിട്ട വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.